ആണോ കുഞ്ഞോ ഓർഡർ പോയാൽ ഓറഞ്ച് വാങ്ങിയിട്ടുണ്ട്. നല്ല ഫ്രഷ് ഓറഞ്ച് മരുന്നും കാര്യങ്ങളും ആള് വരെ നിർബന്ധം വാങ്ങണമെന്നുണ്ട്. ഒരു നിൽക്കും വിടില്ല. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒക്കെ ഇവിടെ സൈഡ് ആയിക്കണ്ട. അപ്പൊ മക്കളെ നമ്മള് മൂന്നാർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന ഇടയിൽ നമ്മളിപ്പോ എവിടുക്ക പോണ്? കാന്തല്ലൂര് കാന്തല്ലൂർ തോട്ടം കാണാൻ പോണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഫുള്ള് മഞ്ഞാണ് മൂടി കെട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ഫ്രൂട്ടിന്റെ തോട്ടങ്ങളൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. ചാനൽ ആരും സ്കിപ്പ് ചെയ്യേണ്ട. അപ്പൊ ഇങ്ങനെ കാണാൻ കഴിയൂല. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാം. പോയോക്കല്ലേ. അപ്പൊ നല്ല വ്യൂ ഒക്കെ നമ്മള് കാണിച്ചു നമ്മള് വീഡിയോ എടുക്കാൻ പോണ്. അടിപൊളിയാണ് കാണാനും. പോവാത്തോലെ ഇവിടെ വന്ന് കണ്ടോണ്ടി. ഭയങ്കര ഭംഗിയാണ്. ഞങ്ങള് മുമ്പ് വന്നതാണ്. അപ്പൊ ഞങ്ങൾ 5 വർഷം മുന്നേ വന്ന് ഭക്ഷണൊക്കെ ഉണ്ടാക്കി കഴിച്ച അതേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതേ സ്ഥലത്ത് എത്തിക്കണേ. ഈ കമ്പി വേലി ഇവിടെ ഉണ്ട്. ഇതാ എടുത്തു. അവിടെ വണ്ടിയിലാ ഇവിടെ വേലിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ ആ സ്ഥലമുണ്ട് പാത്രം കഴിക്കുന്ന സ്ഥലമാണത്. ഞങ്ങള് പാത്രം കഴിക്കുന്ന സ്ഥലം ഇവിടെ ഇടാൻ പറ്റില്ല. ചളിപ്പിളിയാണല്ലേ. അപ്പോ 5 വർഷമായില്ലേ? 2021 ഇപ്പൊ 26 ഉണ്ടാക്കാൻ പറ്റും ഫുഡ്. സെയിം ജഗമേ ബനായക. എവിടെ താഴത്തോ ഈ തിണ്ടത്ത് വെച്ച് ഉണ്ടാക്കാലോ. ശ്രദ്ധിച്ചാ മതി. വേണ്ട കുറച്ചുകൂടി പോയോക്കാം. പോടാ. അപ്പൊ 4 വർഷം മുമ്പ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ ഫുഡ് ഉണ്ടാക്കി. ഞങ്ങള് വേറൊരു ഫാമിലി ഒക്കെ വന്ന് ആ ഓർമ്മകൾ ഇപ്പൊ സത്യ ഓർമ്മകള്. ഓക്കെ, ഒരുപാട് നല്ല അടിപൊളി ഓർമ്മകളാണ്. അതെ. പോവാ. ഞങ്ങള് നമ്മള് മുത്തും കുട്ടിമാനും കേറി ഓറഞ്ച് മരൊക്കെ എന്താണ് മുറിഞ്ഞേക്കണേ. അന്ന് ഞാൻ പറഞ്ഞില്ല അവരോട്. അവിടെ ഓറഞ്ച് മരം ഉണ്ടായിരുന്നിട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞേ അപ്പൊ എന്താണ് ഇവിടുന്ന് ഞങ്ങള് ഫുഡ് ഉണ്ടാക്കി. ഞങ്ങളവിടെ മേലേക്ക് കയറിപ്പോയി. പക്ഷെ അതിന്റെ അടിയില് എന്താണ് അയൽവാസിത്തെ മോനും നമ്മളെ മുത്തും കുട്ടിമോനും എല്ലാരും കൂടി മേലെ കയറി പോയിട്ട് ഓറഞ്ച് മരത്തമ്മ കേറി. അപ്പൊ തന്നെ ഇവിടുന്ന് മറ്റു ചെറിയോല് വിളിച്ചറിഞ്ഞ് ഇപ്പ മുത്തും നാഫൊക്കെ കൂടിയതാ എന്താണ് ഓറഞ്ച് മരത്തമ്മ കേറിനെ പറഞ്ഞേ. അല്ലോ എന്തിനാടാ അമ്മ കേറിനെ? അപ്പൊ തന്നെ ഞാൻ പറഞ്ഞ ആരാന്റെ ഒരു മുതലും എടുക്കാൻ പാടില്ല. അങ്ങനെ നമ്മള് മോഷ്ടിക്കരുത്. ഒരാളോട് ചോദിച്ചിട്ട് ഞാൻ പറയേണ്ട ഉത്തരവാദിത്തം എനിക്കില്ലേ? പക്ഷെ ഞാൻ പറഞ്ഞ എടുക്കുകയാണെങ്കിൽ നല്ല മൂത്ത് മാത്രം എടുക്കാൻ പാടുള്ളൂ. മൂത്ത് നോക്കി എടുക്കുകയാണെങ്കിൽ അതേ മധുരം ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞേ. എങ്ങനെ ഇരിക്കണ്? ഫുള്ള് അന്ന് ഓറഞ്ച് കൊറേ പറഞ്ഞേട്ടാ. ഒരാളെ മുതലെടുക്കരുത്. ഞാൻ അയക്കൂല. എടുക്കുകയാണെങ്കിൽ ആരും കാണും ചെയ്യരുത്. ഓറഞ്ച് മരം ഉണ്ട് അവിടെ കണ്ടാ. ഒരുപാടുണ്ടേ കൊറേ ഉണങ്ങിയിരിക്കണ് കണ്ടാ. ആ വെള്ളം ചാറിനോട് വെച്ചിട്ട് ഞങ്ങള് പാത്രങ്ങളൊക്കെ കഴുകി, ചെമ്പട്ടി കഴുകി, അല്ലേ, കലം കഴുകി. അന്ന് ഈ വേലിയില്ല. ഇനി ഏതായാലും നമ്മള് വേറെ സ്ഥലത്ത് പോയി നോക്കല്ലേ. അവിടെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കാം. കാന്തല്ലൂര് മല കേറാം. മറയൂര് അവിടെ എവിടെയും പോയി ഉണ്ടാക്കാം. എന്താ വെച്ചാ ടൈം ആയിട്ടില്ലല്ലോ. 10:45 അങ്ങനെ എന്തോ 10:45 എന്തോ ആയിട്ടുള്ളത്. ഇവിടെ മേക്കലിലോലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. പക്ഷെ അവിടെ വെള്ളം അല്ല ഇവിടെ അല്ല അവിടെ ഉണ്ടാക്കി. അവിടെ ആ വെള്ളം ചെയ്ത സ്ഥലങ്ങൾ കണ്ടില്ല. നമ്മള് പാത്രം കഴുകി. സൗകര്യമില്ല. സ്ഥലം അതാണ്. ആ മരവും 5:30 വണ്ടിൽ 6 തമ്പൂരാനും എത്തി കുട്ടേട്ടൻ കുടുംബ സമേതം. ഇവിടെ ഒരുപാട് സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂല. എന്തൊക്കെയാ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഏതൊക്കെ കാണിക്കുക, ഏതൊക്കെ എടുക്കുക. ക്യാമറ പിടിക്കും. ഇതിക്കൊന്നും പിടിച്ചൊന്നും മനസ്സിലാവില്ല. ഈ സൈഡിക്ക് പിടിച്ചാ ആ സൈഡിക്ക് എങ്ങനെ പിടിക്കാന്ന് തോന്നുക. കോടയാണ് കോട. അതൊക്കെ കോടയാണ്. ഇതൊക്കെ ഒറിജിനൽ കോടയാണ്. എവിടക്ക പിടിക്കാന്ന് ഫുള്ള് എവിടെ നോക്കിയാലും വ്യൂ തന്നെയാ. ഇതൊക്കെ കോട ഇങ്ങനെ ഇറങ്ങി വരും. രണ്ടിനങ്ങള് വെള്ള പുകട്ടമ്മക്ക് നമ്മള് തീ എത്തിക്കൂല. അങ്ങനെ പുകട്ടമ്മക്ക് പുക പോയിക്കൊണ്ടിരിക്കണുണ്ട്.
എന്ത് ഭംഗിയാന്നറിയങ്ങളെ, പോവാൻ തോന്നൂല ഇവിടുന്ന്. ഇവിടുന്ന് പോകാൻ തോന്നൂല, അത്രക്ക് രസം. അത്രയും രസം എന്ന് പറഞ്ഞാൽ എന്താ പറയാ. അപ്പൊ നമ്മള് മറയൂർ കണ്ട പോണേ, മറയൂർ കാന്തല്ലൂർ വഴിയാണ് പോണത്. അവിടെ നമ്മൾ ശർക്കര ഉണ്ട് അവിടെ, മറയൂർ ശർക്കര വാങ്ങണം. മറയൂർ ശർക്കര എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ നമുക്ക് വീഡിയോ കാണിച്ചുണ്ട് ഇൻഷാല്ലാ. ഓക്കെ, ഞങ്ങള് പോട്ടെ. സീതാ ഉതർപ്പക്കടോ. എങ്ങനെയുണ്ട്? എടാ അന്തർമാനെ, അന്തർമാൻ അവിടൊക്കെ നീ തീയിട്ടിക്കണോ, പുക ഒന്ന് നോക്കി. അത്രക്കും കോടാണേ, ഇതൊക്കെ നിന്ന് ഇവിടെ ആസ്വദിക്കണം, പോകാൻ പറ്റില്ല. ഭംഗിയോട് ഭംഗി. ഒരു വിഷയം എന്താ പറഞ്ഞേ? നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട്, അതിന്റെ ഉള്ളിൽ കണ്ട പോകാൻ പറ്റൂല. കണ്ടാ അടിപൊളി വെള്ളച്ചാട്ടം. അങ്ങനെ കേറി പോണം, നല്ല പൈസ കൊടുക്കണ്ടിരാണ്ട്. അങ്ങനെ മേലെ കേറി പോണല്ലേ, വലിയ വെള്ളച്ചാട്ടാണ് തോന്നുന്നത്. പിന്നെ ഇവിടുന്ന് കൊറേ കടലാസും മാളും ചില ആളുകളൊക്കെ അടിച്ചു മാറ്റിയോ തീരുന്നു. ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഭാഗ്യണ്ട്. അത് പെട്ടെന്ന് ഉണങ്ങിപ്പോയി അല്ലേ, അതുകൊണ്ട് ഭാഗ്യണ്ട്. പഠിച്ചവനെ എടുത്ത് തെറ്റില്ല. ഏതായാലും ആരെങ്കിലും ആ വീട് എങ്ങാനുണ്ടെങ്കിൽ ആ കടലാസും പോയി ഞങ്ങൾ എടുത്ത് അല്ലേ, സാരല്ല. ഇങ്ങനെ വെക്കാനാ അതാ വെള്ളച്ചാട്ടം അവിടെ ഇവിടൊക്കെ ചാടുന്നേ അല്ലേ. ഏതിയനെ നോക്കിയാലും വെള്ളച്ചാട്ടം തന്നെ അല്ലേ. ഇവിടെ കൊന്റെ ആയിക്കോട്ടെ, എന്നാലും ഈ പോണ വയ്യൊക്കെ സ്പീഡാക്കിട്ടുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ നല്ല രസമാണ്. കാണാത്ത ഒരുപാട് ആളുണ്ടോ. ഇതല്ല, ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. പീച്ച് കളറിലുള്ള പൂവ്, പാറകള്. ഉരുട്ടി വിട്ടതാണ്. കോട മറിയുന്നതല്ല. എടുത്ത് കഴിഞ്ഞിട്ട് ദേശം കുത്തിയൊക്കെ ഇട്ടാ. ഇതാണ് കാന്തല്ലൂർക്ക് പോണ വൈകിട്ടാ. അതിന് കാന്തല്ലൂരത്തെ പാറയാണ് ദൂരെ കാണുന്നത്. ഇവിടുന്ന് ഒന്നുമില്ല, ഓരോരുത്തര് പാറമ്മ ഇരിക്കണ്ടില്ല. പാറമ്മയിരുന്നു കാനാക്കാത്തെ. ഫുഡ് ഉണ്ടാക്കാൻ കഴിയട്ടെ, നമ്മളെ ടൂറിസ്റ്റുകളാണ് ഭക്ഷണം കഴിക്കണ്. നമ്മളിതാ കാന്തല്ലൂർ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. കാന്തല്ലൂർ മല കാന്തല്ലൂർ മല 9 ഹെയർ പിൻ ഉണ്ട്. നല്ല പാറക്കെട്ടിന്റെ അടിയിൽ കൂടെ പോണ കേട്ടാ. പാറ പൊട്ടിച്ചുണ്ടാക്കിയ റോഡാണിത്. ഇതല്ലേ പാറ, നല്ല ഭംഗിയുണ്ട് കാണാന്. എന്താ പാറമ്മ കൂടി ഇങ്ങനെ കുഞ്ഞു വെള്ളം ഇങ്ങനെ വൈകി വരുന്നുണ്ടാ. ഒലിക്കണ്ടില്ല. ആ ഓറോ ഉണ്ടാ ടിപ്പറല്ലേ. ഇവിടുന്ന് ആണ്ട് നോക്കിയാല് നല്ല വ്യൂ ആട്ടാ. കീപ്പട്ട് താഴേക്ക് നല്ല കുണ്ടാണ്, താഴ്ചയുണ്ട്. നല്ല ഫുള്ള് പാറക്കെട്ടുകളാ, വലിയ പാറക്കെട്ടുകള്. ഫുൾ പാറയാണ് കേട്ടാ. പാറ വെട്ടി ഉണ്ടാക്കിയ റോഡാണ് കേട്ടാ. രണ്ടാമത്തെ ചുരം അങ്ങോട്ട് പിടിക്കുക, അങ്ങോട്ട് പിടിക്കുക. നമ്മള് കേറി വന്ന സ്ഥലങ്ങളാണത്. പാടക്കൂറ്റൻ പാറ, ഈ സൈഡ് പാടക്കൂറ്റൻ പാറ. എന്താ മുനിയറ അങ്ങനെ എന്തൊക്കെയുണ്ട്. കറുത്ത പാറ അല്ലേ, കറുത്ത പാറ. ഇതില് വായ്മന്ന് ഓരോലിക്കുന്നുണ്ട്. ചുറ്റും കാണാനുള്ളത് ഇതന്നെയാണ്. ഇനി പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാന്. നല്ല ഉറക്കെ വലിച്ച് നല്ല പ്രത്യേക രൂപങ്ങളാണ്. പിന്നെ നമ്മൾക്ക് ഇനി ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി, ഉണ്ടാക്കാനുള്ള ഒരു ഏരിയ തെരഞ്ഞ് നടക്കാണ്. നല്ല തനി നാടൻ വെജിറ്റേറിയൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ബിരിയാണിയാ? 3 ആയിട്ടുള്ളൂ. എയർപിൻ ബെൻഡ് ഇവിടെ ഏതെങ്കിലും പറമ്പില് കയറട്ടെ. എന്ത് രസം ഇവിടെ നിന്ന് നോക്കിയൊരു വ്യൂ. ഇവിടെ വണ്ടി ഇതാക്കാൻ പറ്റൂലല്ലോ. വണ്ടി സൈഡ് കരകാ ഇവിടെ പറ്റല്ലോ.
മാറിയതവിടെ കൃഷിയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ അതിനോട് അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് മക്കളെ. അപ്പൊ ഇവിടെ മിക്കവാറും ഇവിടെ സൈഡാക്കും വണ്ടി. ഞങ്ങള് ഇതാ കാന്തന്റെ ഒരു ഫ്രൂട്ട് തോട്ടത്തേക്ക് പോയിക്കൊണ്ടിരിക്കണേ. നല്ല കോടമഞ്ഞ കേട്ടാ. ഞങ്ങൾ വന്നൊന്നും ഇവിടെ മൂടിയത് കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഫ്രൂട്ടിൻ്റെ തോട്ടത്തേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മളെ ആൻറ്റി പറഞ്ഞ് അല്ലേ തിരക്കുന്നില്ല, കുറവില്ല, അങ്ങനെ മഴയും മഞ്ഞൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രൂട്ടിൻ്റെ മാർക്കറ്റ് തോട്ടത്തിൽ കയറുകയാണ്. പല ഐറ്റം ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്, ഓറഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാലും എടുത്തു നോക്കാം. എന്തേ അപ്പൊ ഞങ്ങളിങ്ങനെ തോട്ടത്തേക്ക് പോകട്ടെ. മാളോ പൊന്നോ തോട്ടത്തേക്ക് പോയാ മഴ പെയ്ത് ഞങ്ങളിവിടെ എത്തിയേക്ക് മഴ പെയ്ത് പോയി നോക്കല്ലേ. ബ്ലാക്ക് സപ്പോട്ട പഴുത്താലോ കറുത്ത. ആ ഇതെല്ലാം ബ്ലാക്ക് സപ്പോട്ടയാണ്. ഇവിടെ സ്ട്രോബെറി. ഇത് സ്ട്രോബെറി ആണ് അല്ലേ. ഇതൊക്കെ സ്ട്രോബെറി. അത് ബ്ലാക്ക് ആവും, പിന്നെ ബ്ലാക്ക് ആവും. ഇത് ഏത് സപ്പോർട്ടാണ് വലിയ? വൈറ്റ് സപ്പോർട്ട് അല്ലേ. വൈറ്റ് സപ്പോർട്ടിന്റെ മരാട്ടാ. ഓക്കെ, വൈറ്റ് സപ്പോർട്ട്. ഓറഞ്ചിലാ. ഇത് ഓറഞ്ച്. പോയി നോക്കട്ടെ. അതിന് വലിയ കാട്ടുക്ക് മുന്തിരി. ഇത് എന്താ മുന്തിരിന്റെ ചേച്ചി? ഇത് മുന്തിരിയാ? ഇത് പാഷൻ ഫ്രൂട്ടില്ല. മാഷാ അല്ലാഹ്. കുട്ടിമ സൈഡ് അടിക്കാം. ഈ മരം സീസൺ അല്ലല്ലേ? പിയർ. ഇതെല്ലാം ഓറഞ്ച്. ഇതെല്ലാം ഓറഞ്ചാണ്. ഓറഞ്ച് ചെറുതൊന്ന് സാമ്പിൾ നോക്കണോ? വേണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. വേണ്ട, മഴ ആയതുകൊണ്ട് ക്യാമറക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓറഞ്ചൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ സീസൺ അല്ല എന്നാ പറഞ്ഞേ. ഇത് മുസംബി അല്ലേ? ആപ്പിളില് കായ്ച്ച ഉണ്ടല്ലോ. അപ്പൊ ആപ്പിൾ ഉണ്ട് തിമ്മ അവിടെ കേട്ടോ. ആപ്പിള് ഇത് ആപ്പിളിൻ്റെ ആണ്. അവിടെ അവിടെയൊക്കെ ആപ്പിൾ ഉണ്ട്. സീസൺ അല്ലാത്തതുകൊണ്ട്. ഓക്കെ, ഇത് മുസംബി കേട്ടാ. മുസംബി ഇഷ്ടം പോലെ ഉണ്ട് ഇവര്. അവിടെ ഒക്കെ കണ്ടില്ലേ. ഇതെല്ലാം ഓറഞ്ചാ. ഓറഞ്ചാണ്. ഇതിൽ കൂടി അന്ന് വന്നിങ്ങനെ ഓർക്കണില്ലേ. ഇതെങ്ങനെയല്ല ഇറങ്ങിയത്? സവർജില് ഏത് സീസണിലുണ്ടാവുക? ആഗസ്റ്റ് സമയത്തല്ലേ. പിന്നെ മരത്തക്കാളി അല്ലേ. ഇത് മരത്തക്കാളിയാണെന്ന് പറഞ്ഞത്. ബഹു തണ്ടാലൊക്കെ. കാലാവസ്ഥയിൽ ഉണ്ടാവുള്ളൂ ഈ പൂവ്. നേരം തണുപ്പാ, അത് കാരണം നിങ്ങള് പോയിട്ടാ കുട്ടികളെ ഫോട്ടോ എടുക്കട്ടാ. ഞങ്ങളും ചേച്ചി ഇങ്ങനെ കാണാൻ വേണ്ടി പോവാണ് തോട്ടം. പൊന്നു ഹായ്. മോനതാ പോണേ. മാളുതാ കുട്ടിമോനതാ ബാക്കില്. തണ്ടാ ഹേ ക്യാ?
ഓക്കെ. അപ്പം ഞങ്ങൾ ഈ മായം കൊണ്ട് കാണാൻ മക്കളെ ഈ ഫ്രൂട്ടിൻ്റെ തോട്ടം കാണാൻ പോണ്. ഈ പൂ കണ്ടില്ലേ, എന്ത് ഭംഗിയല്ലേ. അതിൻ്റെ മഞ്ഞതാ അടിപൊളിയില്ലേ, സൂപ്പർ. എന്താ പേര് മഴ പെയ്യണേ, മഴ പെയ്യണേ, മഴ പമ്മി പമ്മി പെയ്യണേ. അപ്പം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓറഞ്ച് ഉണ്ട് അതിമേല്. ഇപ്പൊ ഓറഞ്ചിന്റെ സീസൺ കഴിഞ്ഞല്ലേ ചേച്ചി? കളിഞ്ച് ആ ഇവിടെയാ. പ്ലംസിന്റെ മരം ഇവിടെ, പ്ലംസ് ഇതെല്ലാം പ്ലംസിന്റെ മരാണ്, കണ്ടില്ലേ? പ്ലംസ്, തക്കാളിപ്പഴം എന്ന് പറയും. ഇതെല്ലാം പ്ലംസ് മരമാണ് മക്കളെ. ഓക്കെ. അപ്പോൾ പ്ലംസിൻ്റെ മരത്തിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോവാണ് മേലെ കണ്ടിട്ടാ. മഴ പെയ്യുന്നുണ്ട്, തണുപ്പ് വേറുണ്ട്, മഞ്ഞ് വേറുണ്ട്, ഒരു രക്ഷയില്ല. എന്താ സാധനം? തണുക്കണുണ്ട്, മഴയുണ്ട്, മഞ്ഞുണ്ട്, ഒരു രക്ഷയില്ല. ചേച്ചി മുമ്പ് പോട്ടെ, ചേച്ചിനെ ഇവിടെ അടുത്ത് വരി. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കണ്ടവരൊക്കെ തിരിച്ച് വരുന്നുണ്ട്. കുഞ്ഞുണ്ട് കയറി, മോളൊക്കെ വരുന്നത്. എപ്പോഴും ഇരിക്കും ഫ്രൂട്ട്, നദിമേലെല്ലാം ഫ്രൂട്ടല്ലേ. ഓറഞ്ച് ക്യാമറേ മഴ കൊള്ളുന്നുണ്ട്, അടിപൊളിയാ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഓറഞ്ച് തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ. ഓറഞ്ചിന്റെ വില 80. അല്ല 2 കിലോ ആകുമ്പോ കുറവുണ്ടാ? ശേ, ഇവിടുത്തെ ഫ്രഷ് ഓറഞ്ച് വാങ്ങിട്ടാ പോകട്ടോ. എന്താ നോക്കല്ലേ, നോക്കുക ഫ്രഷ് ഓറഞ്ച്. ആ എന്താ ഒരു കുരുമുളകിന്റെ പൊടി മാതിരി, ഇത് എന്തായി? ഓറഞ്ച് വാങ്ങിയിട്ടുണ്ട്, നല്ല ഫ്രഷ് ഓറഞ്ച്, മരുന്നും കാര്യമൊന്നും ഇല്ലാത്ത ഓറഞ്ച്. മാള് വരെ നിർബന്ധം വാങ്ങണം എന്നുള്ളത്, ഒരു നിൽക്കും വിടില്ല എന്ന് പറഞ്ഞത് അല്ലേ. അപ്പം ഇന്നത്തെ ഓറഞ്ച് ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങൾ ഇല്ലേ, മൂന്നാറിൽ എന്താണ് ഇവിടുത്തെ പറയാ, നമ്മളെ കാന്തല്ലൂരത്തെ വിശേഷങ്ങളും ഇതൊക്കെ ഇതേ ഉള്ളൂ. അപ്പം നാളെ ഉണ്ടായിരുന്നു. അതെ, ഇപ്പം സീസൺ ടൈം അല്ലാത്തതുകൊണ്ടാണ്. അപ്പം നാളെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം എല്ലാവർക്കും. പിന്നെ ബൈ ബൈ. ഒരു രക്ഷയില്ലട്ടാ, കൊലം മഞ്ഞാണ്. ആ മുഴുവൻ മൂടിക്കെടുക്കട്ടെ, ഇവിടെ മഞ്ഞിങ്ങനെ കയറി വരികയാണ്. അടുത്തിട്ടോ അയ്യ കണ്ടില്ല നിങ്ങള്, ആ ഭാഗത്തേക്ക് മുഴുവൻ മഞ്ഞാണ്. ഇവിടെ താഴത്ത് കാണിച്ചു തരട്ടാ, താഴത്തേക്ക് നോക്കാണ്, മൊത്തം മഞ്ഞ അത് മൂടിക്കെടുക്കുക, ആകാശം പോലെ കാണണേ, കണ്ടില്ല ഒക്കെ മഞ്ഞാണ്. ആരും കാണൂല, ആരും കാണില്ല. അവിടെ അവിടെ നീണ്ട് നിവർന്ന് കിടക്കുന്ന സ്ഥലമാണ്, ഒന്നും കാണില്ല. കണ്ടെങ്കില് ബീച്ചേക്കോ ഫുള്ള് മൂടിക്കണ്. അവിടെ എടുക്കുക നോക്കുകയാണെങ്കിൽ ആ കാണുന്ന ആകാശമല്ല മഞ്ഞ. ഇതാ ഈ വേറെ സ്ഥലം കാണിച്ചു തരാട്ടാ, വരും. ബോത്ത് മഞ്ഞ് നീച്ചേ, പക്ഷെ ഭയങ്കര ഇറക്കാണ് കേട്ടോ. കണ്ടോ, മൊത്തം മഞ്ഞാണ് അവിടെ. മഴ സമ്മതിക്കണില്ലേ, മഴ പറ്റൂല എന്ന് പറയണ അതാണ്. അവിടുന്ന് എങ്ങനെയുണ്ട് പയ്യാ? നോക്കുക ഇത്തം വിട്ടയച്ചാം.
രസല്ല മഞ്ഞെടുക്കണേ ഞമ്മക്ക് അവിടെ മഴ ഇല്ല. സൂപ്പർ ഫുള്ള് മഞ്ഞാണ് ഇവിടെ. ഈ മഞ്ഞ് സ്ഥിരമായിട്ട് മഞ്ഞ് തന്നെ മഞ്ഞില്ല ഈ മാസത്തില് കൂടിയാണല്ലേ. ഇനിയിപ്പോ രാവിലെ 10 മണി വരെയൊക്കെ ഉണ്ടാവും ഇങ്ങനല്ലേ? നൈറ്റ് ഫുള്ള് ഇങ്ങനെയാണല്ലേ? വേറെ ഒന്നും കാണൂലല്ലേ? കുറച്ച് കഴിഞ്ഞാൽ ഫുള്ള് മൂടും എന്നാ. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോകണമെന്ന് വിചാരിക്കും മൂടി കണ്ടിട്ട്. ഭയങ്കര ഭംഗിയുണ്ട്. ഞങ്ങള് മലപ്പുറം. ഓക്കെ അങ്ങനെ ആളുകൊണ്ട് മനസ്സിലാവില്ല അല്ലേ? സൂപ്പറായിട്ടുണ്ട്. കണ്ടില്ലേ അവിടെ നേരെ കാണുന്ന മൊത്തം മഞ്ഞ ഫുള്ള് മൂടിയിരിക്കുക. അപ്പൊ നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരാണ്. അദ്ദേഹം പറയുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അപ്പുറം ആള് നിൽക്കുന്ന പോലെ ആണ്ട് മനസ്സിലാവില്ല, അത്രയ്ക്ക് മൂടിപ്പോകുന്നത്. മനസ്സിലായ? ഇങ്ങനെ പരസ്പരം ആളുണ്ട ആൾക്ക് ഈ ആളെയും എനിക്ക് ആളെയും കാണാൻ കഴിയൂല. അങ്ങനെ ഇപ്പൊ കുറച്ചും കൂടി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇവിടെ മൂടുന്ന പറഞ്ഞിട്ടോ. അപ്പൊ ഏതായാലും നമ്മൾ നോക്കുക, മൊത്തത്തിൽ മൂടണമെന്ന് നോക്കുക. കുറച്ചും കൂടി വെയിറ്റ് ചെയ്യട്ടാ. റോഡ് മൂടി നേരത്തേക്കാൾ ഇവിടെ മൂടി. കുട്ടിമാനെ നോക്ക്, ശരിക്കും മൂടി. പൊന്നോ പൊന്നോ ഫുള്ള് മൂടി. ഇപ്പൊ ടൈം 1 മണി ആയിട്ടുള്ളൂ. പൊന്നോ മണ്ടിയാടാ, മണ്ടി വാ. ചില ഭാഗത്ത് എത്തുമ്പോ മഞ്ഞ പോണുണ്ട്. ഇപ്പൊ ഇവിടെ മൂടി, ഫുൾ മൂടി. റോഡ് കാണില്ല. മഞ്ഞ ലൈറ്റ് കളി ലോങ് കിട്ടൂലല്ലോ. ഏത് ലൈറ്റ് ഇട്ടിട്ടും കാര്യമില്ല. കണ്ണ് കാണില്ലട്ടാ, ഫുൾ മൂടി. ഫുള്ള് മൂടിയിരിക്കണ്. മോനോടെ ബാക്കില് ഇവിടെ തെളിഞ്ഞു. ഇവിടെ തെളിഞ്ഞു. എന്ത് രസം. ആ മരത്തിന്റെ എന്ത് മരാണ്? പൈൻ ഫോറസ്റ്റിന്റെ ഉള്ളിലൊക്കെ നോക്കി പൊന്നാര മക്കളെ. ദുനിയാവ് ഏതെല്ലാം അവസ്ഥയിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കാണീ. കോട ഫുൾ ആ ഭാഗം മൊത്തം കോട. അതുകൊണ്ട് പറഞ്ഞോടൊന്നും വിചാരിച്ചിട്ട് കോഴിക്ക് ഇപ്പൊ 140 വില ഉണ്ടായിരുന്നു. നമുക്ക് ചെയ്യാൻ കഴിയൂല. ഇഷ്ടമുള്ളടത്തേക്ക് പറ്റുന്നിടത്തൊക്കെ പോവാ, എൻജോയ് ചെയ്യാം. ഒരൊറ്റ ജീവിതമുള്ള മക്കളെ ഉള്ള സമയം എൻജോയ് ചെയ്ത പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവൂല. അതിന്റെ ഉള്ളൊന്നും കാണേ ഇല്ല. അതിന്റെ ഉള്ള വെള്ള കളറാണ് ഫുള്ള്. ആകാശം പോലെ താഴെ വരെ ആകാശം പോലെ കിടക്കാണ്. അവിടെ മൊത്തം മൂടി. വീഡിയോയില് കാണുന്നക്കാട്ടി മൂടി കിട്ട പുറത്ത്. ഇങ്ങനെ കാണുമ്പോ നിങ്ങക്ക് ഇതിന് മറ്റേ ഐഫോണില് കുറച്ച് ക്ലിയർ കൂടുതലാണ്. മഞ്ഞാണ് ഇവിടെ, ഫുൾ മഞ്ഞാണ്.